ഹായ് ഹലോ നന്ദികാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നന്ദൂട്ടി ഇന്ന് വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ഞങ്ങളിന്ന് ചെറിയൊരു ഔട്ടിങ്ങിന് പോവാണ്. നാളെ കുറേ ആയി അച്ഛൻ നന്ദൂട്ടിയെ പറ്റിക്കുന്നു, എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന്. മഴയൊക്കെ ആയതുകൊണ്ട് പാർക്കിലൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ആളാകെ സങ്കടത്തിലായിരുന്നു. അന്ന് ആ സങ്കടം അങ്ങ് തീർത്തേക്കാന്ന് കരുതി ചെറിയൊരു ഔട്ടിങ്ങിന് പോയി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം, ഉടുപ്പും ചെരുപ്പും അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഈ കയറി പോകുന്നതാണ് കേട്ടോ മുറിഞ്ഞുപുഴ പാലം. ഇവിടെയാണ് നമ്മുടെ മമ്മൂട്ടിയുടെ നാട് ചെമ്പ്. അപ്പോൾ ഇവിടെ കൂടെ നമ്മൾ പോകുന്നത്, നമുക്ക് ഈ റൂട്ടാണ് ബൈക്കിൽ നിന്ന് എറണാകുളം പോകാൻ എളുപ്പമുള്ള വഴി. നമ്മൾ സാധാരണ നമ്മുടെ ഇവിടെ നിന്നൊക്കെ തന്നെയാണ് സാധനങ്ങൾ വാങ്ങാറ്. അപ്പോൾ ഒരു ഇച്ചിരി ദൂരത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു കറക്കൊക്കെ ആകുമല്ലോ എന്ന് കരുതിയിട്ടാണ് നന്ദൂട്ടിയും കൊണ്ട് നമ്മൾ തൃപ്പൂണിത്തുറയ്ക്കാണ് വന്നത് കേട്ടോ. തൃപ്പൂണിത്തുറ കുറേ കടകളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ ഈ കടയിൽ നിന്നാണ് നന്ദൂട്ടിക്ക് ഉടുപ്പ് മേടിച്ചതും കുഞ്ഞുമാവയ്ക്ക് ഉടുപ്പ് മേടിച്ചതൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്, നല്ല വെറൈറ്റി ഡ്രസ്സൊക്കെ കിട്ടി. കുറച്ച് തപ്പിയെങ്കിലും പിന്നെ നമ്മൾ കയറി കഴിഞ്ഞാൽ കുറച്ചേരൊക്കെ തപ്പി നടക്കുമല്ലോ. അതിന് തൊട്ടപ്പുറത്തേക്ക് ഒരു ബാഗും ചെരുപ്പും ഒക്കെ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. അതാണ് വലിയൊരു ഷോറൂമായിരുന്നു. ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത്. അപ്പോൾ നന്ദു അത് കണ്ട് വണ്ടറടിച്ച് നടക്കുവാണ്. കളിപ്പാട്ടം, അതുപോലെ തന്നെ ചെരുപ്പ്, ബാഗ്, അങ്ങനെ എല്ലാ സാധനവും ആളങ്ങോട്ടും ഇങ്ങോട്ടും ഈ കളിപ്പാട്ട സെക്ഷനിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തെടുക്കണം എന്നാകെ കൺഫ്യൂഷൻ. ഇങ്ങനെ നോക്കും, ചിലരൊക്കെ ഇച്ചിരി വില ജാസ്തിയാണ്, എങ്കിലും ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അവിടെ നിന്നൊരു കുഞ്ഞാവയുടെ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോകാൻ ഒരു ചെറിയൊരു ബാഗ് വാങ്ങി, നന്ദൂട്ടിയുടെ അമ്മയ്ക്കൊരു ചെരുപ്പ് വാങ്ങി, നന്ദൂട്ടിക്ക് ഒരു കുഞ്ഞു ചെരുപ്പ് വാങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ആ കാണുന്ന മെട്രോ സ്റ്റേഷനാണ്, അതിലേക്കൂടെയൊക്കെ ഒന്ന് കറങ്ങി പെനി ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി കയറി. അച്ഛൻ എന്നും പറയും ഐസ്ക്രീം കഴിപ്പിക്കാമെന്ന്. അപ്പോൾ ആളിത് ഓർത്ത് വെച്ചിട്ട് അച്ഛൻ അവിടെ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടേക്ക് ഒന്ന് കറങ്ങാമെന്ന് കരുതി അങ്ങോട്ടും ഒന്ന് ജസ്റ്റ് കയറി. അപ്പോൾ അച്ഛനും മകളും കൂടെ അകത്തോട്ട് പോകുന്നുണ്ട്. കുഞ്ഞാപ്പി നൈനൂട്ടനും കാലിലുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ അകത്തോട്ട് കയറി. അപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ എംബ്ലമൊക്കെ ഫ്രണ്ടിലുണ്ട്, അത് നല്ല ഭംഗിയുണ്ട്. അവിടെ നിർത്തി ആളുടെ 2 ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ രണ്ടുപേരും കൂടെ അകത്തോട്ട് കയറിപ്പോയി. അച്ഛൻ ഐസ്ക്രീം ഏത് വേണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നന്ദൂട്ടി പുറകെ ചെല്ലുകയാണ്. കുറേ ഉണ്ട് കേട്ടോ. അവിടെ 5 രൂപ തൊട്ടുള്ള ഐസ്ക്രീമുണ്ട്. ഏറ്റവും കൂടിയത് ഒരു 35 രൂപ വരെയുള്ളതാണ്. പക്ഷേ നല്ല സ്വാദാട്ടോ, നല്ല ക്രീമി ടേസ്റ്റുള്ള, നല്ല വാട്ടർ കണ്ടൻറ്റുള്ള 2 ടൈപ്പ് ഐസ്ക്രീമാണുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 2 ഫോട്ടോസൊക്കെ എടുത്തു ആളുടെ. അവിടെ നിർത്തി നല്ല ഭംഗിയുണ്ടായിരുന്നു ലൈറ്റിൻ്റെ ഇതിലൊക്കെ നിർത്തിയെടുക്കാനായിട്ട്. പിന്നെ അടുത്തത് KFC പോയത്. ഇത് കുറേ നാളായി ആളെ അച്ഛനിട്ട് പറ്റിക്കുന്നതാണ് KFC കൊണ്ടുപോകാമെന്ന്. അപ്പോൾ ഇവിടെ വാങ്ങിക്കൊണ്ട് വന്ന് കഴിക്കുമ്പോൾ അതത്ര സുഖമായിട്ട് തോന്നിട്ടില്ല. തണുത്ത് പോകുമ്പോൾ കഴിക്കാനായിട്ടൊരു സുഖമില്ലല്ലോ. അപ്പോൾ അന്ന് ചൂടോടെ കഴിച്ചേക്കാമെന്ന് കരുതി ആളെയും കൂട്ടിക്കൊണ്ട് KFC ഒന്ന് പോയി. അങ്ങനെ അച്ഛയും മോളും കൂടെ അകത്തോട്ട് പോവുകയാണ് കേട്ടോ. കാരണം അത് എന്ന് നേരത്തെ ഓർഡർ കൊടുക്കണം, കുറച്ച് താമസം ഉണ്ടല്ലോ അവിടെ ഓർഡർ എടുക്കാൻ. കാരണം അവധി ദിവസമൊക്കെ ആകുമ്പോഴേക്കേ കുറച്ച് ആളുകളൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ നമുക്ക് സാധനം വരാനായിട്ട് കുറച്ച് ലേറ്റ് ആകും. ഈ കുഞ്ഞാവ ആകെ ഒരു അലമ്പായിരുന്നു, ഉറക്കത്തിൻ്റെ ടൈമൊക്കെ ആയപ്പോൾ കുറച്ച് അലമ്പായിരുന്നു. അപ്പോൾ ചേച്ചി പെണ്ണൊന്ന് ഞാനൊന്ന് പിടിക്കട്ടെ അമ്മയെന്ന് പറഞ്ഞ് പിടിച്ചു. അങ്ങനെ പിടിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സാധനം എത്തി. അപ്പോൾ അതിലായി ശ്രദ്ധ മുഴുവൻ. സാധനമൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിച്ചു. അപ്പം ഇന്നത്തെ ഒരു കറക്കൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ തിരികെ വീട്ടിലോട്ട് പോകുന്നു. വീടെത്താറായി. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്